ജാമ്യം കിട്ടിയ മുകേഷും ജാമ്യമില്ലാത്ത സിദ്ദീഖുമാണ് അടുത്ത വിഷയം. രണ്ടുപേരും ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. മുകേഷിനെ ഇന്ന് മണിക്കൂറുകൾ ചോദ്യം ചെയ്തു. സിദ്ദീഖിന് മുൻകൂർ ജാമ്യം കോടതി നിഷേധിക്കുകയും ചെയ്തു. പക്ഷേ ചില സംശയങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. മുകേഷിനെ തൽക്കാലം അറസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയാണ് ചെയ്തത്. എന്നാൽ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യും, അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്യും എന്നൊക്കെയാണ് അദ്ദേഹം ആശങ്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതുവരെ പിടികൊടുത്തിട്ടുമില്ല. പക്ഷേ ഇവിടെ നിലനിൽക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര വൈകിയത്? കാരണം ഈ തെളിവുകൾ നശിപ്പിക്കാനും ഡിജിറ്റൽ തെളിവുകളടക്കം ഇല്ലാതാക്കാനുമൊക്കെയുള്ള അവസരം ഇവർക്ക് ലഭിച്ചു എന്നുള്ള പരാതി നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മാത്രം നൽകിയ മൊഴി മാധ്യമങ്ങളിലൂടെ എങ്ങനെ പുറത്തു വന്നു എന്നുള്ള ചോദ്യവുമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ പല സംശയങ്ങളും ബാക്കിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ നടക്കുന്ന കോടതിയിലെ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലുമൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഇന്ന് സിദ്ദീഖിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതി പരിഗണിച്ചു കഴിഞ്ഞതിന് ശേഷം ജാമ്യം നിഷേധിച്ചുകൊണ്ട് നടത്തിയ ഉത്തരവുണ്ട്. അപ്പോൾ ആ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്ന ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത്. അതിൽ പറയുന്നത് 5 വർഷമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയിട്ട് സ്ഫിങ്സ് ലൈക്ക് സൈലൻസിലായിരുന്നു സംസ്ഥാന ഭരണകൂടം എന്നാണ്. അതായത് വളരെ നിഗൂഢമായ ദുരൂഹമായ ഒരു നിശബ്ദതയിലായിരുന്നു. അതെന്താണ് എന്ന് ഒരു ഡിവിഷൻ ബെഞ്ച് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് സിംഗിൾ ബെഞ്ചാണിത് ഉത്തരവിടുന്നത്. ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. അപ്പോൾ ഇത് കോടതി സർക്കാരിൻ്റെ നിലപാടിനെ എങ്ങനെയാണ് കാണുന്നത്? സർക്കാർ പറഞ്ഞ എന്താണ്? ഹേമ കമ്മിറ്റി ജസ്റ്റിസ് ഹേമ നേരിട്ട് പറഞ്ഞു ഇത് പുറത്തുവിടരുത്, ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഇത് വെച്ച് കേസെടുക്കാൻ പറ്റില്ല, എന്തെല്ലാം ന്യായീകരണമാണ് പറയുന്നത്. കോടതി എങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കാണുന്നതിനുള്ള തെളിവാണ് ഇന്നത്തെ ജാമ്യ ഉത്തരവിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. അതായത് വളരെ രൂക്ഷമായ ഭാഷയിലാണ് സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ മുകേഷിന് മുൻകൂർ ജാമ്യം കിട്ടി. മുൻകൂർ ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ മോശം കാര്യമൊന്നുമല്ല. മുൻകൂർ ജാമ്യം മിസ് ഓക്കെ. മറ്റു പലർക്കും ഇപ്പോൾ VK പ്രകാശിന് മുൻകൂർ ജാമ്യം ലഭിച്ചു, രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചു. അപ്പോൾ അത് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സിദ്ദീഖിനെ സംബന്ധിച്ച് സിദ്ദീഖിൻ്റെ ക്രൈം കുറേ കൂടി ഗ്രൂസം ക്രൈമാണ്. അത് റേപ്പാണ്. അതിൻ്റെ വകുപ്പ് IPCയിലെ വകുപ്പ് പ്രകാരം തന്നെ ജാമ്യം ലഭിക്കില്ല അങ്ങനത്തെ ഒരു വകുപ്പാണ്. പക്ഷേ എന്നിട്ടും ഇത് FIR ഇട്ടിട്ട് എത്ര ദിവസമായി? ഈ പരാതി ലഭിച്ചിട്ട് എത്ര ദിവസമായി? 10-25 ദിവസമായി. ഈ പരാതി ലഭിച്ചു, FIR ഇട്ടു. സിദ്ദീഖ് ഇതിലെ കൂളായിട്ട് നടക്കുകയായിരുന്നു അല്ലേ? FIR ഇട്ടപ്പോൾ മുതൽ സിദ്ദീഖ് ഒളിവിലാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ വാർത്ത വരുന്നുണ്ട്. ഈ അന്വേഷണ സംഘം എന്തെടുക്കുകയായിരുന്നു? FIR ഇട്ടാൽ ഇതിൽ നിർണായകമായ തെളിവുകൾ അപ്പോൾ തന്നെ ലഭിച്ചിരുന്നു. FIR ഇട്ട പിറ്റേ ദിവസം തന്നെ ഹോട്ടലിൽ പരിശോധന നടത്തി. ആ ഹോട്ടലിൽ ഈ ഇരയും സിദ്ദീഖ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവ് അവിടെ നിന്ന് തന്നെ കിട്ടി. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് ലഭിച്ച തെളിവുകൾ, ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അന്വേഷണ സംഘം പ്രോസിക്യൂഷൻ കൊടുത്ത തെളിവുകൾ എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിന് ശേഷം ഈ ഇര അല്ലെങ്കിൽ അതിജീവിത മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയിട്ട് അവരുടെ മാനസിക നില തകരാറിലായി. അതിന് ചികിത്സ തേടിയതിൻ്റെ തെളിവുകൾ കൂടി ഇതിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത്രയൊക്കെ കിട്ടണമായിരുന്നോ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാൻ എന്നുള്ളതാണ്. അതായത് മുൻകൂർ ജാമ്യം കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് സർക്കാർ തീരുമാനിക്കുകയാണ്. എന്തിൻ്റെ കാര്യത്തിൽ? അവർ പ്രമുഖരാണ് എന്നുള്ളതിൻ്റെ കാര്യത്തിൽ. ഒരു അറസ്റ്റ് ഇനിയും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യണം എന്ന് അന്വേഷണ സംഘത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് എവിടെയാണ് അദ്ദേഹം? ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത ആളെ കാണാനില്ല, അദ്ദേഹം വീട്ടിലില്ല, എവിടെയില്ല, രാജ്യം വിട്ടിട്ടുണ്ടെന്ന് അറിയില്ല, ലുക്കൗട്ട് നോട്ടീസ് ഇറക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് സുപ്രീം കോടതിയിൽ ആ ജാമ്യാപേക്ഷ എത്തുന്നവരെ എലിയും പൂച്ചയും കളിയും തുടരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊരു കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് തന്നെയാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കാൻ കഴിയുമോ എന്നുള്ളത് ഇപ്പോൾ കോടതിയിൽ വീണ്ടും വരാൻ പോവാണത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയിക്കാൻ പറയുമ്പോൾ ഇവർ പരമാവധി കേസ് എടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ കേസുമായി മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളവരെ പോയി കണ്ട് അവരുമായി സംസാരിച്ച് അവരിൽ നിന്ന് മൊഴിയെടുത്ത് FIR ഇടാനാണ് അവർ പോകുന്നത്. നിലവിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്ന് ഒരു നിലപാട് വന്നതിന് ശേഷം സർക്കാരിൻ്റെ, അന്വേഷണ സംഘത്തിൻ്റെ, പോലീസിൻ്റെയൊക്കെ നിലപാട് കേൾക്കുമ്പോൾ ഏതെങ്കിലും ഇരകൾ വന്നിട്ട് പരാതി കൊടുക്കാൻ തോന്നുമോ? പരാതി കൊടുക്കുമോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പരാതി കൊടുക്കാൻ തയ്യാറാവുമോ? അതിലൊരു ധൈര്യം, ആ ഒരു ആത്മധൈര്യം ഈ ഭരണകൂടം ഇരകൾക്ക് പകർന്നു കൊടുക്കുന്നുണ്ടോ? ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കുറഞ്ഞ പക്ഷം ഏറ്റവും ഗുരുതരമായ കുറ്റം ചെയ്ത സിദ്ദീഖ് അറസ്റ്റിലാവുകയാണെങ്കിൽ കുറേ അധികം അതിജീവിതകൾ പുറത്തു വന്ന് കാര്യങ്ങൾ പറയാൻ തയ്യാറാവും. ഇവിടെ പോലും അറസ്റ്റ് പോലും നടക്കുന്നില്ല. ചിലപ്പോൾ നടക്കുമായിരിക്കും, എനിക്കറിയില്ല, അന്ന് രാത്രി നടക്കുമായിരിക്കും. പക്ഷേ മുൻകൂർ ജാമ്യം നിഷേധിച്ച പ്രതിയെ കാണാനില്ല. ആ പ്രതി ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നാണ്, കാണാനില്ല എന്ന് പറയുമ്പോൾ അത് കൊടുക്കുന്ന മെസ്സേജ് വേറെ ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നേരത്തെയും സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇന്നും അതേ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. ഈ 4 വർഷം ഫ്രീസറിൽ വെച്ച റിപ്പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്.
അപ്പോൾ സർക്കാർ ഇപ്പോഴും ഈ ഒരു SIT നിയോഗിച്ചു എന്നല്ലാതെ അത് ഈ പറയുന്ന പോലെ ആത്മാർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്ല നൗഫലെ, ഒരു കാര്യം നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് ഈ SITയും ഹേമ കമ്മിറ്റിയും തമ്മിൽ ഒരു ബന്ധമില്ല കേട്ടോ. പക്ഷേ ആളുകളുടെ പൊതുവായ ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായിട്ടുള്ള കേസുകളാണ് ഈ മുകേഷിനെതിരെയും സിദ്ദിഖിനെതിരെയൊക്കെയുള്ള. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് വേറെ കിടക്കുകയാണ്. ഇതെന്ത് സംഭവം? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ചില ഭാഗങ്ങൾ, ചില പേജുകൾ പുറത്തു വരുന്നു. അത് സൃഷ്ടിച്ച ഒരു ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസത്തിൽ കുറച്ച് ആളുകൾ അവർ നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച്, ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് പറയുന്നു. അതിൻ്റെ പേരിലുണ്ടായ കേസാണ്. ഹേമ കമ്മിറ്റി അവിടെ കിടക്കുക. അപ്പോൾ ഇന്നത്തെ നൗഫൽ പറഞ്ഞല്ലോ, ഇന്ന് ഹൈക്കോടതിയുടെ ഈ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള വിധി തീർപ്പിൽ ഹേമ കമ്മിറ്റിയെക്കുറിച്ച് പറയുന്നു. നിങ്ങളതിനെന്ത് 2009 മുതൽ അത് അടയിരുന്നില്ലേ എന്ന് ചോദിക്കുന്നത്. അത് മാത്രമല്ല, അത് കുറച്ചെങ്കിലും പുറത്തു വന്നത് ഈ കോടതിയുടെ ഇടപെടൽ കൊണ്ടാണെന്നും പറയുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. സർക്കാർ സ്വമേധയാ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടതല്ല. നിരന്തരമായ വ്യവഹാരങ്ങളെ തുടർന്ന്, ആ വ്യവഹാരങ്ങൾക്ക് ശേഷം കോടതി പറഞ്ഞിട്ടാണ് അത്രയും പേജുകളെങ്കിലും പുറത്തു വന്നത്. അപ്പോൾ അത്രയും പേജുകൾ പുറത്തു വന്നപ്പോൾ നമ്മുടെ നാട്ടിലതൊരു ചർച്ചയാവുന്നു. ആ ചർച്ച ഒരു പൊതു ചർച്ച ഉയർന്നു വരുമ്പം ആളുകൾക്ക് ലഭിക്കുന്ന ഒരു ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് ഈ സിദ്ദിഖിൻ്റെയും മുകേഷിൻ്റെയും വേറെ 1-2 ആളുകൾ, എന്താണ് പ്രകാശ്, VK പ്രകാശ്, ഇവരുടെയൊക്കെ ആക്രമണത്തിനിരയായിട്ടുള്ള ഇരകൾ അവരെന്താ പറയുക, മീ ടു സ്വഭാവത്തിൽ തുറന്ന് സംസാരിക്കുന്നു. അതേ തുടർന്നെടുത്ത കേസുകളാണ്. അതന്വേഷിക്കാനാണ് ഈ SIT ഉണ്ടായിട്ടുള്ളത്. അത് നമ്മൾ അങ്ങനെ തന്നെ കാണണം. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോൾ അജിംസ് പറഞ്ഞല്ലോ, ഇവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് സംസാരിക്കാനുള്ള ആത്മവിശ്വാസം കിട്ടും. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഇനി ആളുകൾ സംസാരിക്കുകയോ പരാതിയുമായിട്ട് മുന്നോട്ട് വരികയോ ചെയ്യേണ്ടതില്ല നിയമപ്രകാരം. കാരണം ആ ഹേമ കമ്മിറ്റി നമ്മൾ മനസ്സിലാക്കിയത് പ്രകാരം ആ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ ഡിപ്പോസ് ചെയ്ത പല ആളുകളും പറഞ്ഞ കാര്യങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കക്ഷത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അതിൽ കേസെടുക്കാതിരിക്കാനായിട്ട് സാധ്യമല്ല നിയമപരമായിട്ട്. ഇപ്പോൾ ഒരു പോക്സോ ഒഫൻസ്, ഒരു കുട്ടി, പ്രായപൂർത്തിയാകാത്ത ഒരാൾക്കെതിരായുള്ള ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് വിവരം നൗഫലിന് ലഭിക്കുകയാണ്. അത് റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം നൗഫലിനുണ്ടെന്നേ. അത് നിയമ സംവിധാനത്തിന് മുമ്പിൽ എത്തിച്ചിരിക്കണം, അല്ലെങ്കിൽ നൗഫലും കുറ്റവാളിയാകും. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിയമ നടപടി സ്വീകരിക്കാതെ എങ്ങനെയാണ് അതിൻ്റെ കസ്റ്റോഡിയന് അത് കയ്യിൽ പിടിച്ചിരിക്കാൻ പറ്റുക? അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി ആരെങ്കിലും ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ആരെങ്കിലും കൂടുതൽ വർദ്ധിതമായ ആത്മവിശ്വാസത്തോടെ പരാതിയുമായി വന്നേക്കും. അങ്ങനെയല്ല നമ്മളതിനെ കാണേണ്ടത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ സർക്കാർ ആക്ട് ചെയ്യണം. ഇതിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത ആളുകളെ ബുക്ക് ചെയ്യണം എന്ന് സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ കേസെടുക്കാൻ സാധിക്കുന്ന സമയം, സന്ദർഭങ്ങൾ കടന്നുപോയി കഴിഞ്ഞിട്ടുണ്ടെന്ന്. 2019 മുതൽ അത് സർക്കാരിന് മുമ്പിലുണ്ട്. പക്ഷെ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇന്നുണ്ടായിട്ടുള്ള ഇപ്പം ഹൈക്കോടതി ഇങ്ങേരുടെ ജാമ്യം മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിക്കുന്നു, പോലീസ് പുള്ളിയെ തപ്പി നടക്കുന്നു എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. ഒരു നിയമപരം ഇത് നേരത്തെ നമ്മൾ പോലീസിനെ കുറിച്ച് പറഞ്ഞ മാതിരി ഈ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത് നിങ്ങളൊന്നും അങ്ങനത്തെ ഈ നാട്ടിൽ നിയമങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. അതൊരു വേറെ ലോകമാണ്. ഞങ്ങളവിടെ ഞങ്ങളുടേതായ ഒരു റിപ്പബ്ലിക് സൃഷ്ടിച്ചിരിക്കുകയാണ് എന്ന് വിചാരിച്ച് കൊണ്ടു നടന്നവരെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങനെ പറ്റില്ല എന്നൊരു സന്ദേശം കൊടുക്കും. ആ കാര്യത്തിലെങ്കിലും ഈ നടപടികൾ വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അങ്ങനെ നടക്കട്ടെ. ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർത്തിയാവും. നാളെ വീണ്ടും കാണാം. നമസ്കാരം.